മൈത്രി കാരുണ്യഹസ്തം പദ്ധതിയുടെ ഭാഗമായി കരുനാഗപ്പള്ളിയിൽ അർബുദ രോഗികൾക്ക് ധനസഹായം നൽകി. ജീവകാരുണ്യ രംഗത്ത് റിയാദ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മൈത്രി കരുനാഗപ്പള്ളി പ്രവാസി കൂട്ടായ്മ 20ാം വാർഷികത്തോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. 200 പേർക്ക് 10,000 രൂപ വീതം 20 ലക്ഷം രൂപയുടെ സാമ്പത്തിക സഹായമാണ് നൽകിയത്. മൈത്രി കാരുണ്യഹസ്തം പദ്ധതിയുടെ ഭാഗമായാണ് കരുനാഗപ്പള്ളിയിൽ അർബുദ രോഗികൾക്ക് ധനസഹായം നൽകിയത്. ജീവകാരുണ്യ രംഗത്ത് റിയാദ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മൈത്രി കരുനാഗപ്പള്ളി പ്രവാസി കൂട്ടായ്മയുടെ വാർഷികാഘോഷത്തോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. മൈത്രി കാരുണ്യഹസ്തം പദ്ധതിയിലൂടെ 200 പേർക്ക് 10,000 രൂപ വീതം 20 ലക്ഷം രൂപയുടെ സാമ്പത്തിക സഹായമാണ് നൽകിയത്. മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം നിർവഹിച്ചു. അത് ഏത് അവയവത്തിനെയും പെട്ടെന്ന് കടന്നു പിടിക്കുവാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ നമുക്ക് നമ്മുടെ ദേഹത്ത് ക്യാൻസർ ഉണ്ടോ എന്ന് പോലും നമുക്കറിയുവാൻ പറ്റാത്ത തരത്തിൽ 2-3 സ്റ്റേജ് കഴിയുമ്പോൾ അവസാന സമയത്തായിരിക്കും അതെല്ലാം കണ്ടെത്തുവാൻ കഴിയുന്നത്. ആ തരത്തിലും ഇന്ന് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ കേരളത്തിൽ ആരോഗ്യ മേഖലയിൽ വലിയ മാറ്റം സൃഷ്ടിച്ച ഒരു സംസ്ഥാനമാണ് നമ്മളെന്ന് ചിന്തിക്കുമ്പോഴും ആ സംസ്ഥാനത്ത് പോലും നമുക്ക് ഇത്തരത്തിലുള്ള രോഗികളെ പിടിച്ചു നിർത്തുവാൻ പറ്റാത്ത തരത്തിൽ മാരകമായ നിലയിലുള്ള ഈ ക്യാൻസർ ഉൾപ്പെടെ പടർന്നു പിടിക്കുന്ന ഒരവസ്ഥ നമ്മുടെ കേരളത്തിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിനെ പ്രതിരോധിക്കുവാനുള്ള, അതിനെ കണ്ടെത്തുവാനുള്ള തീവ്ര പരിശ്രമത്തിൽ നമ്മുടെ ഗവൺമെൻറ് ഇപ്പോൾ ഇടപെടുന്നു എന്ന് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കൂ. സംഘടനാ പ്രസിഡന്റ് മുനമ്പത്ത് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. CR മഹേഷ് MLA മുഖ്യപ്രഭാഷണം നടത്തി. സുജിത് വിജയൻപിള്ള MLA, മുൻ MP AM ആരിഫ്, പുനലൂർ സോമരാജൻ എന്നിവർ പങ്കെടുത്തു. ക്യാൻസർ രോഗവിദഗ്ധൻ ഡോക്ടർ VP ഗംഗാധരൻ ക്യാൻസറിനെ പേടിക്കേണ്ട എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു. നോൺവെജിനെ കഴിക്കേണ്ട കഴിക്കുകയാണെങ്കിൽ വളരെ ധാരാളം പഴങ്ങളും കഴിക്കാൻ സാധിക്കും. നോൺവെജിനെ കഴിക്കുകയാണെങ്കിൽ കഴിക്കാൻ ഏറ്റവും നല്ലത് മീനാണ്. ഫിഷ് ചിക്കൻ അതിനോട് ഉപയോഗിക്കാൻ പറയും. മട്ടനോട് വളരെ വളരെ വ്യക്തമായിട്ട് ഉപയോഗിക്കാൻ പറയും. അതിന് മുകളിലേക്കുള്ള എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾ ആസ്വദിക്കണമെങ്കിൽ ആസ്വദിക്കുന്ന മാർഗം ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ പോയിരുന്ന് അങ്ങനെ കഴിക്കുന്നത് കണ്ടുകൊണ്ട് ഇരുന്ന് ആസ്വദിക്കുക, സ്വയം ഭക്ഷിക്കാതെ. ഇപ്പം നമ്മളതിനെ കൊടുക്കുന്ന തലക്കെട്ടുണ്ട്. ആ തലക്കെട്ട് ഇതാണ്: പാസീവ് പോയിന്റ്. അത് മറ്റൊരാളുടെ പോയി ഏറ്റുവാങ്ങുന്ന അപകടമാണ്. പക്ഷെ ഏറ്റവും നല്ല ഭക്ഷണം എന്ന് പറയുന്നത് മറ്റൊരാൾ കഴിക്കുന്നത് കണ്ടുകൊണ്ട് നമ്മുടെ വയർ നിറയ്ക്കാൻ സാധിക്കുമെങ്കിൽ. ജീവകാരുണ്യ രംഗത്തെ നിസ്വാർത്ഥ സേവനങ്ങൾ മാനിച്ച് ലിവിഡസ് ഫാർമസ്യൂട്ടിക്കൽ CEO ഫിറോസ് നല്ലാന്തറയെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.